ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെട്ടകത്തിന്റെ വാതിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാകണം, മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വെക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. 3-ാമത്തെയും തട്ടുകൾ ഉപയോഗിച്ച് അതിനെ നിർമ്മിക്കണം. നോഹയുടെ പെട്ടകത്തിന് 3 നിലകൾ ഉണ്ടായിരുന്നു. ഈ 3 നിലകളും മനുഷ്യന്റെ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും പ്രതീകപ്പെടുത്തുന്നു. അതേസമയം അവ പരിശുദ്ധ തൃത്വത്തെയും, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, നമ്മുടെ ദിവ്യ സംരക്ഷണത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ഏറ്റവും താഴ്ന്ന നിലയിൽ ഒരു വാതിൽ ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയുടെ താഴ്ന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവാണ് രക്ഷാപേടകത്തിന്റെ വാതിൽ. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ആരെങ്കിലും എന്നിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും. അവൻ അകത്തേക്കും പുറത്തേക്കും പോയി മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തും. ഇത് യോഹന്നാൻ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവൻ വാതിൽ മാത്രമല്ല, അവൻ വഴിയുമാകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. ഇത് യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളും തത്വചിന്തകളും ഉണ്ടാകാം. നിരവധി അധ്യാപകരും ചിന്തകരും നിലവിലുണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഗോവേണി. പാപത്തിന് പ്രായശ്ചിത്ത ബലിയായി അവൻ മാത്രമാണ് തന്നെ തന്നെ സമർപ്പിച്ചത്. നമ്മെ രക്ഷിക്കാൻ സ്വർഗത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകിയിട്ടില്ല. നോഹയുടെ പെട്ടകത്തിനും മുകളിലെ നിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ജാലകം ഉണ്ടായിരുന്നു. ഈ ജാലകം വെളിച്ചവും വായുവും പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവവുമായി നമ്മെ ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ ഈ ജാലകം പ്രതിനിധീകരിക്കുന്നു. നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടെ ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ഐക്യവും ആവശ്യമാണ്. പ്രാർത്ഥനയുടെ ഒരു ജീവിതം മാത്രമേ നമ്മെ ആ അഭേദ്യമായ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. പ്രാർത്ഥനയിൽ നാം ദൈവവുമായി ആശയവിനിമയം നടത്തുന്നു. അവന്റെ ആത്മാവ് നാമുമായി ആശയവിനിമയം നടത്തുന്നു. പെട്ടകത്തിലെ ജാലകം അടച്ചിരുന്നെങ്കിൽ ഇരുട്ട് ഉള്ളിൽ നിറയുമായിരുന്നു. മൃഗങ്ങളുടെ മാലിന്യത്തിന്റെ ദുർഗന്ധം പരിസ്ഥിതിയെ അനാരോഗ്യമാക്കുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ ആത്മീയ ജാലകം അടഞ്ഞുകിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആന്തരിക ജീവിതം ഇരുണ്ടതും നിശ്ചലവും അനാരോഗ്യകരവുമാകും. നിങ്ങളുടെ ആത്മീയ ജീവിതം ആരോഗ്യത്തെയാണ് തുടരുന്നതെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ജാലകം സ്വർഗത്തിലേക്ക് തുറന്നിടുക. ദാനിയേൽ തന്റെ മാളികമുറിയുടെ ജാലകങ്ങൾ യെരുശലേമിലേക്ക് തുറന്നിടുകയും ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹായം വരുന്ന പർവ്വതമായ കാൽവറിയിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കുക. അപ്പോൾ നിങ്ങളുടെ സഹായം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവിൽ നിന്ന് വരും. ഇത് സങ്കീർത്തനം 121-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ദാനിയേൽ 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് തന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 16-17 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.